ഏവരും വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതായത് 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് വലിയ തോതിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ഇത്തവണത്തെ രീതി നോക്കുമ്പോൾ അത് ബാധിക്കും എന്ന് തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നേർവിപരീതമായിരുന്നു കണ്ടതെങ്കിൽ ഇക്കുറി അങ്ങനെ ആയിരിക്കില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഒന്നാമത്തെ കാര്യം, നിരവധിയായ കോർപ്പറേഷനുകളിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വജനപക്ഷപാതം അതിശക്തമായി തന്നെ വരുന്നു. അതിൽ വേറിട്ട ഒന്നല്ല തിരുവനന്തപുരത്തെ മേയർ ആയിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഒരു ബസ് ഡ്രൈവറുമായിട്ടുള്ള വാഗ്വാദത്തിനിടയിൽ അവർ ആരോപിച്ച കാര്യങ്ങൾ. അതിനിടയിൽ ഏറ്റവും ഒടുവിൽ അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, അതടങ്ങിയ ചിപ്പ് കാണാനില്ല എന്ന പോലീസിൻ്റെ ഇപ്പോഴത്തെ വാക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് ക്രെഡിബിലിറ്റിയെ സംബന്ധിക്കുന്ന വലിയ ചോദ്യങ്ങളിലേക്കാണ് പോകുന്നത്. നിലവിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന് വലിയ ഹൈപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ഉണ്ടായതെങ്കിലും ഇക്കുറി അതിൻ്റെ മാറ്റങ്ങൾ അലയടിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആണ് 2ാം സ്ഥാനത്ത്, ഭരിക്കുന്നത് LDF. എന്നാൽ UDFന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഇല്ലതാനും. അത് ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം UDF ഇപ്പോഴേ തുടങ്ങണം എന്നാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ പറഞ്ഞിരിക്കുന്നത്. വലിയ മാറ്റങ്ങളിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ UDFന് തലസ്ഥാന നഗരി അപ്രാപ്യമാകുന്ന ഒരു കാഴ്ച കാണേണ്ടി വരും. തലസ്ഥാന നഗരിയിൽ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഈ രീതിയിലുള്ള പോക്ക് അവരുടെ ഗ്രാഫ് ഇടിക്കാൻ മാത്രമേ കാരണമാകുകയുള്ളെന്നും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അവർക്ക് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാകുമെന്നും വിലയിരുത്തലിലേക്ക് വരുന്നുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കൃത്യമായും വർഷങ്ങളായി ഇവിടെ CPI അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത്തരത്തിൽ ഒരു തനിയാവർത്തനം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് പോകുന്നത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ പരമ്പരാഗത രീതിയെ തന്നെ മാറ്റി എഴുതാനുള്ള സാധ്യതയുണ്ട്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തനിയാവർത്തനമാകുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ വിരളമായി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എങ്കിലും ഇക്കുറി ആ രീതിയിലേക്ക് പോകുമെന്ന UDF കണക്കൂട്ടൽ ശരിവയ്ക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന UDFൻ്റെ ഹൈപ്പ് അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കത്തക്ക വിധത്തിൽ കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.